തിരുപ്പിറവി ദിനം ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. നേരമേറെ വൈകിയും പാളയം പള്ളിയിലേക്ക് കുർബാന ചടങ്ങുകളിൽ പങ്കെടുക്കാനായി വിശ്വാസികൾ ഒഴുകിയെത്തി. പ്രത്യാശയോടെ ഈ ദിനത്തെ വരവേൽക്കുകയാണ് മാനവർ. തിരുവനന്തപുരം പാളയം പള്ളിയിൽ അതിവിപുലമായി തന്നെയാണ് തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾ നടക്കുന്നത്. കുർബാനയിൽ പങ്കുചേരാനായിട്ട് അനേകം ജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നതെന്ന് തന്നെ പറയാം. ഏറെ വൈകിയും 12 മണിയോടും 1 മണിക്കുമൊക്കെ തന്നെ ഈ പള്ളിയങ്കണം വിശ്വാസികളെ കൊണ്ടും അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ജനങ്ങളെ കൊണ്ടുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. മലയാളികൾ മാത്രമല്ല, പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും തിരുവനന്തപുരത്ത് ജോലിക്കായി എത്തിയ ആൾക്കാരും ഒട്ടനവധി പേരാണ് ഈ പള്ളിയിലേക്ക് ഇന്നീ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത്. കുട്ടികളും അതുപോലെ തന്നെ വൃദ്ധരായ ആൾക്കാരും യുവതി യുവാക്കളും അടങ്ങുന്ന ഒരു നീണ്ട സംഘം തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയും. കുടുംബമായി എത്തിയവരാണ് അധികവും. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഈ നേരം ഇത്ര വൈകിയും ഏറെ കൗതുകത്തോടു കൂടി തന്നെയാണ് ഈ പള്ളിയിലെ ഓരോ കാഴ്ചയും കണ്ടു നടക്കുന്നത്. നമുക്ക് അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നതെന്ന് തന്നെ പറയാം. ആകാശത്ത് മാത്രമല്ല, ആകാശത്തെ താരകങ്ങളൊക്കെ ഇന്ന് മണ്ണിലേക്ക് ഇറങ്ങിയ ഒരവസ്ഥയാണ്. ഈ പള്ളിയങ്കണം മുഴുവൻ നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കുടുംബമായി എത്തുന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർക്കുമൊക്കെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഒരു ഫ്രെയിം പോലെയൊക്കെ രീതിയിൽ മനോഹരമായിട്ടുള്ള അലങ്കാര പണികളാണ് ഈ പള്ളിമുറ്റത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പള്ളിയിൽ സ്റ്റാളുകളൊക്കെ ഒരുക്കിയിരുന്നു. ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ആഘോഷങ്ങൾക്കൊക്കെ ഒരു തുടക്കം ഈ തിരുവനന്തപുരത്ത് കുറിച്ചു വെച്ചിരുന്നു എന്ന് തന്നെ പറയാം. പാളയം പള്ളി മാത്രമല്ല, തൊട്ടടുത്തുള്ള LMS പള്ളി ആയാലും പട്ടം പള്ളി ആയാലും ഇവിടെ ഒരുപാട് പള്ളികളുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ പള്ളികളിലും വിവിധ തരത്തിലുള്ള കുർബാനകൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നീ ദിവസം കൊണ്ട് ആഘോഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇന്നിപ്പോൾ ഈ ക്രിസ്മസ് രാവിലെ, തിരുപ്പിറവി രാവിലെ തുടങ്ങി നാളെ രാത്രി തീരുന്നത് വരെ ക്രിസ്മസിൻ്റെ ആഘോഷമായിരിക്കും. അതങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ന്യൂ ഇയറിനായുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ന്യൂ ഇയറിന് 1-ാം തീയതി കഴിഞ്ഞാലും ഈ ആഘോഷം ഒരാഴ്ചയോളം ഇങ്ങനെ നീണ്ടു നിൽക്കും. അങ്ങനെ ഇനി ഉള്ളത് ഒരു 1-2 ആഴ്ച ആഘോഷങ്ങളുടെ ഒരാഴ്ചയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയമാണെന്ന് തന്നെ പറയാം. ഇന്നേ നിമിഷവും ഈ നേരം ഇത്രയും നേരം വൈകിയും ഒരുപാട് ആളുകളാണ്, ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ വരുന്ന ന്യൂ ഇയറിൻ്റെയും ഒക്കെ ആശംസകൾ നേരുകയാണ്.